എന്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് വീണ്ടും. പിന്നെയും ഹായ് ഫ്രണ്ട്സ്, വീഡിയോസിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിന്റെ ഫസ്റ്റത്തെ ദിവസമാണ്. അപ്പം ഇന്ന് ഈവനിങ് ആണ്. അപ്പം ഒരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് നമ്മൾ എന്താ പ്ലാന് ഒന്നും കറക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലുണ്ട്, നടക്കുമെന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചെയ്യണമെന്നുണ്ട്. എങ്ങോട്ടാണ് പോണത്? ആ ഒരു ഇപ്പൊ നമ്മള് പാനിപ്പൂരി കഴിക്കാനാണ് പോകുന്നത്. താഴെ തന്നെയാണ് ഓൾറെഡി പോയി കഴിക്കാൻ തുടങ്ങി. നമ്മൾ അവിടുന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോണുണ്ട്. അത് നമുക്ക് കാണാം, വഴിയെ കാണാം. സർപ്രൈസ് ആണ്. അതെ അതെ, നമുക്ക് പോവാം. നേരെ വീട്ടിലേക്ക് പോവാം. നമ്മളിപ്പോ 3ാമത്തെ നിലയിലാണ്. അപ്പൊ ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങണം. ഇതൊരു ടാസ്ക് ആണ് കേട്ടോ. ഇറങ്ങി കയറി ചെയ്യുന്ന ടാസ്ക് അല്ലേ? അർജു ഉറക്കത്തിന്ന് ഓടി വന്നതാണ്. ആണോ? സ്വീറ്റ് ആർക്കാണ്ട് അകത്ത് വരും. ഒറ്റ വായിക്കല് എടുത്തിട്ട് വായിക്കുന്നത് പൈസ എടുത്തു കൊടുക്കും. സ്വീറ്റ് അല്ല, എനിക്ക് സ്വീറ്റ് ഇഷ്ടം. മാളിലേക്ക് പോവാ അല്ലേ സുജ? മാളിലല്ലേ? ഞാൻ പഠിച്ച കോളേജിന്റെ പിന്നെ ഹെഡ് ഓഫീസാണ്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പഠിച്ചത്. എൻ്റെ ഫാദർ റിച്ച് ആയിരുന്നുകൊണ്ട് എനിക്കിവിടെ പഠിക്കേണ്ടി വന്നത്. ഞാൻ പറഞ്ഞു, നിർബന്ധിച്ച് പറഞ്ഞാണ് ഞാൻ ഗവൺമെന്റ് സ്കൂളിലെല്ലാം പഠിച്ചോളാം. പക്ഷെ പുള്ളിക്ക് ഭയങ്കര നിർബന്ധം. ഞാൻ ക്രൈസ്റ്റിലെ പഠിക്കാൻ പോകുള്ളൂ. എവിടെയാണ് കേട്ടോ ഇനി പഠിപ്പിക്കുന്നത്? ഈ മാളില് വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞു കൊടുക്കുക. മാളില് വന്നതിന്റെ ഉദ്ദേശം ഞാൻ പറയാൻ പോവാണ്. എന്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് വീണ്ടും. പിന്നെയും പക്ഷെ കാശ് കൂടുതലാണെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്യില്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഞാൻ തന്നെ കട്ട് ചെയ്ത് കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പം ഹെയർ കട്ട് ചെയ്യാൻ പൈസ ഫസ്റ്റ് ചോദിക്കണം. അതിന് നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ ചോദിക്കണം. ഇവിടെ നിന്നാണ് ഹെയർ കട്ട് ചെയ്യാൻ വിചാരിച്ചേക്കുന്നത്. ഈ സാലോണിൽ ചോദിക്കാം. I'm so done with
ചട്ടിയുണ്ട്. ഫിക്സഡ് അല്ലേ? ഇതേപോലെ എത്രയുണ്ട് കട്ടിയുണ്ട്? ഇതേപോലെ തന്നെ അത് ഫ്രണ്ട്സ് ഞാൻ വോൾഫ് കട്ടാണ് അടിക്കുന്നത്. അതും ഇതേപോലെ തന്നെയാണ്, സ്റ്റെപ്പ് അങ്ങനെയാണ് വരിക. ഫസ്റ്റ് വാഷ് ചെയ്യണം, അതിന് മുന്നേ കുറെ ആഫ്റ്റർ. എല്ലാ സബ്സ്ക്രൈബേഴ്സും ദേവുനോട് ക്ഷമിക്കുക. ദേവോള് ചേച്ചി മുടി മുറിക്കാൻ പോവുക. അമ്മ പറഞ്ഞു മുറിക്കണ്ട പറഞ്ഞു. ചേച്ചിയുടെ സന്തോഷമാണ് അത് മുറിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എങ്ങനെയാവും ഇല്ല, ഭയപ്പെട്ടതായി പോയി. കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. പപ്പേനെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്, പിന്നെ അമ്മ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ദിയമോളെ മുടി അത്രയാണ് ദിയമോളുടെ മുടി ഭംഗി. ലെങ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എത്ര ബുദ്ധിമുട്ടിയാണെന്ന് ഇത്ര ആക്കിയെടുത്തു ഞാൻ. അപ്പം ദിയമോള് വാശി പിടിക്കുകയാണ് മുടി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഒന്നും പറയാനില്ല, നല്ല മനസ്സിന് മുടി മുറിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. മുടി മുറിക്കുന്നവരെ മുറിക്കണം എന്നായിരിക്കും. മുറിച്ചാൽ കഴിയുമ്പോൾ മുടി പോയല്ലോ, പക്ഷെ വളരല്ലോ. എന്ത് സമാധാനിക്കാം. വിചാരിച്ച പോലെ തന്നെ കിട്ടിയോ? വിചാരിച്ചതിനപ്പുറം എനിക്ക് ഞാൻ ഇത്ര ഞാൻ വിചാരിച്ചില്ല. ലെയർ. അപ്പൊ എൻ്റെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ദിയമോൾക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ദിയമോള് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് വാശിയാണ് ഫസ്റ്റ് എന്ത് കട്ട്. ദിയമോളുടെ ആഗ്രഹത്തിനാണ് കേട്ടോ വെട്ടുന്നത്. സൈഡ് ഇതാണ് കുറുക്കൻ കട്ട്. ദിയമോള് വിളിക്കുന്നു. അപ്പൊ പപ്പന് അർജുനൊക്കെ വരുന്നുണ്ട്. അപ്പം അവരെ റിയാക്ഷൻ ഷോട്ട് എടുക്കാം. ഇവരിവിടെ മറഞ്ഞു വെക്കാറുണ്ടോ? അതെ, എന്ത് നാളെ കട്ട് ചെയ്ത്
നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? എത്രയും സമയം 8 മണിയാണോ? അമ്മേ, ഇതിനകത്ത് കയറിയിട്ട് അറിയുന്നില്ലല്ലോ സമയം. 8 മണി. മോളെ സാധനത്തി ഇതായിരുന്നോ? ഓർഡർ ചെയ്തത് കറക്റ്റ് വരിക്കണം. ഞങ്ങൾ മോമോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പീസാണ്. ആർക്കും വേണ്ട. വേണ്ടാത്തൊരു ചൂടുണ്ടാവും കേട്ടോ, ചൂടുണ്ടാവും, ശ്രദ്ധിക്കണേ. ഉള്ളിൽ നല്ല ചൂടുണ്ടാവും. വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിച്ചാൽ മതി. ചട്നി ഇല്ലാതില്ല. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ആടുജീവിതം എന്ന സിനിമ കാണാൻ വേണ്ടി പോകുന്നതാണ്. അതിൻ്റെ മോളിൽ വന്ന മോളിൽ തന്നെ സിനിപോൾ എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്റർ ഉണ്ട്. 8 തിയേറ്റർ ഉണ്ട്. അതിൽ ഒന്നര ആടുജീവിതമാണ്. അപ്പോൾ ഞങ്ങൾ 10:30 ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വന്നതാണ്. കയറിയപ്പോൾ അവിടെ ബോഡി മസാജ് എന്ന് പറഞ്ഞ സംഭവം, പുണ്യമാക്കും ദേവൂനൊക്കെ ബോഡി മസാജ് ചെയ്യണം. അർജുൻ്റെ തുടങ്ങിയോ? 5 മിനിറ്റ് മുതലാക്കണം. ചേട്ടാ ഒന്ന് മയക്കി ചേട്ടാ. അതെ, ചായക്കപ്പ് ചേച്ചി അഭിനയിക്കണോ എക്സ്പ്രഷൻ ഇടാണ്ട്? കാരണം ഇതെവിടേക്ക് പോണ ഈ അർജുനന് ഫസ്റ്റ്, ചേച്ചിന്റെ രണ്ടാമത്. അല്ല, സാധാ കിടക്കണ അനാഥപ്രേതം പോലെ റിലാക്സ്. നിങ്ങൾ ഉറങ്ങുക, ഊരിട്ട് നടക്കുന്നത്. ഒരു പോരി എന്താ നല്ല രസമുണ്ട്. അമ്മ ടെമ്പററി ടാറ്റു അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 7 ദിവസം നിൽക്കുന്ന പറഞ്ഞത്. അമ്മ പഠിച്ചുകൊണ്ടിരിക്കണം. ജസ്റ്റ് സ്പ്രേ അടിക്കാത്ത. എനിക്ക് ടാറ്റു ചെയ്തു. നല്ല വേദന ഉണ്ട്. ഇവിടെയാണ്. നാളെ ഞാനിടുന്ന ബോഡി സ്പാ ചെയ്തു. ഇനി ഫിഷ് സ്പാ ചെയ്യാൻ പോവാണ്. ഞങ്ങൾ മുതലാക്കും. ഒരാൾക്ക് 100 രൂപയാന്നാ പറഞ്ഞത്. അപ്പൊ ദിയമോളും ദേവും ഇതിനകത്തോട്ട് കേറുന്നുണ്ട്. എന്നാ കയറിക്കാം. ില്ല ഞാൻ വെച്ചോളാം. രസമില്ലേ?
ഈ ഒരു മിനിറ്റ് ഒരു 10 സെക്കൻഡ് നിർത്താൻ പിന്നെ ശരിയാവും. ബോഡി സ്പാ ചെയ്യാൻ പോവാണ്. അതാ പറഞ്ഞതേ. ഹൊറർ മൂവീസിൽ മറ്റേ പ്രയർ ഇങ്ങനെ എഴുതിച്ചു വരൂലേ വയറോ സംഭവം കുറേ വീഡിയോസിലും ഇങ്ങനെ കുറേ പേര് കഴിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. എൻ്റെ ആണ് വാങ്ങിക്കുന്നത്. ഞാനും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല. നേരിട്ട് കാണുന്നവര് റെഡി കടിക്കാണ്. കൊടുക്ക് മതിയോ? നമുക്ക് മതിയോ? മഫൽസ് കഴിച്ചോണ്ട് ഞങ്ങൾ സിനിമ കാണാൻ പോവാണ്. ആ തിയേറ്ററിനകത്ത് ഒന്നും കേട്ടില്ല. ഇവര് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ കാണുന്നത്. ഇതാണ് തിയേറ്റർ. ഞാനിത് ആദ്യമായിട്ടാണ് എൻ്റെ ഊരിലെ തിയേറ്റർ അല്ലാതെ വേറെ തിയേറ്ററിൽ പോകണം. ബാംഗ്ലൂര്. അതെ, ബാംഗ്ലൂര്. ഫ്രണ്ട്സ്, അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞു. 1:45 സമയം. സിനിമ അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. മോള് ഉറങ്ങിട്ടോ. ഒക്കെ വന്നിട്ട് നിൽക്കാൻ വയ്യ. ഞാന് മറ്റേ ഇന്റർവെല്ലിൽ എത്രയോ ഇന്റർവെല്ലാണെങ്കിൽ തീരണമില്ല. നമ്മള് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇന്റർവെല്ലിൽ കുറേ സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഫോൺ ഓഫ് ആവാറായി. വേഗം വൈൻഡപ്പെടുത്തോ. ഇന്റർവെൽ ടൈമിൽ ഞാൻ കിടന്നുറങ്ങി. ഇനി ഞങ്ങൾ താഴ്ത്തിനേരം വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി ഇപ്പോൾ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ.